ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 4. രാത്രിയുടെ ആധിക്യം കൊണ്ടെന്ന പോലെ ഉദ്ദേശം വിജനമായിക്കൊണ്ടിരിക്കുന്ന കവലയിൽ ഒരു ബസ് വന്നു നിന്നു. അധികം ആളുകളില്ലാത്ത ആ ബസ്സിൽ നിന്നും ജോലി കഴിഞ്ഞെന്ന വിധം ഒരു യുവതി ഇറങ്ങി. ബസ് ഡബിൾ ബെല്ലിനപ്പുറം മുന്നോട്ട് ചലിച്ചുപോയി. അവൾ തോളിലെ ബാഗ് ഒന്ന് നേരെയാക്കി വിജനമായതും അകത്തേക്കുള്ളതുമായൊരു വഴിയിലൂടെ അല്പം വേഗം കൂട്ടി മുന്നോട്ട് നടന്നു. വെളിച്ചം പാതിയും പൂർണ്ണമായും മങ്ങി നിലകൊള്ളുന്ന വഴിവിളക്കുകൾ കുറച്ചങ്ങനെ കടന്നതോടെ അവളുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ ശബ്ദിച്ചു. "ആ അമ്മേ, ഞാനിവിടെ കവലയിൽ ബസ് ഇറങ്ങി." നടത്തം നിർത്താതെ എന്നാൽ വേഗത്തിൽ തോളിലെ ബാഗിൽ നിന്നും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ എടുത്ത് കോൾ ഓൺ ചെയ്ത പാടെ അവളിങ്ങനെ പറഞ്ഞു. "ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു. എന്നായാലും ചെയ്തു തീർക്കണം ഇതുപോലെ, അതാ." ചെവിയിലേക്കെത്തിയ മറുപടിയോട് കിടപിടിക്കും വിധമെന്ന പോലെ അവൾ മറുപടി നൽകി. "ഇവിടെങ്ങും ആരുമില്ല. ഞാൻ പെട്ടെന്നങ്ങ് എത്തും. പറ്റാവുന്ന വേഗത്തിൽ നടപ്പ്." പറ്റാവുന്ന ചുറ്റിൽ വേഗത്തിൽ തലവെട്ടിച്ചുകൊണ്ടായിരുന്നു അവളുടെ ഈ അടുത്ത മറുപടി. "അമ്മ വെച്ചോ, പേടിക്കേണ്ട." അടുത്ത മറുപടി ഇങ്ങനെയാക്കി അവൾ കോൾ കട്ട് ചെയ്ത് പഴയപടി തന്നെ മൊബൈൽ ബാഗിനുള്ളിൽ ഭദ്രമാക്കി പരമാവധി വേഗത്തിൽ നടത്തം തുടർന്നു. രണ്ടായി വഴി തിരിയുന്നിടത്തു നിന്നും തിരിഞ്ഞ് നടത്തം തുടങ്ങിയതായിരുന്നു അവൾ. അപ്പോഴേക്കും ദൂരെ മുന്നിൽ നിന്നും ഒരു ബൈക്കിൻ്റെ വെളിച്ചം കാണാനായി. ജോലിയുള്ള ദിവസം ഇങ്ങനെ രാത്രികാലം ഒരു സ്റ്റഫ് എടുത്താൽ കിട്ടുന്ന പവറുണ്ടല്ലോ. ബൈക്കിൻ്റെ പിന്നിൽ ദൃഢമായി എന്നാൽ അലസതയോടെ ഇരുന്നിരുന്ന ഒരുവൻ മെല്ലെ മുന്നോട്ടാഞ്ഞു പറഞ്ഞു. "ഓഹോ, ഭവാൻ ജോലി ദിവസം മാത്രമാണ് ഈ പരിപാടി അല്ലേ?" കളിയാക്കും വിധമുള്ള മറുപടിയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നവൻ ഇങ്ങനെ നൽകിയത്. ഒരു പ്രത്യേകതരം അലസത കലർന്ന പ്രകൃതം മറുപടിയാക്കി സ്വയം തൃപ്തിയടഞ്ഞ നിമിഷമാണ് എതിരെ വരുന്ന യുവതിയെ അവൻ ശ്രദ്ധിക്കുന്നത്. അവളെ കടന്നു പോയതോടെ ധൃതി ഭാവിച്ച് അവൻ മുന്നിലുള്ളവനെ ഇരുകൈകളും കൊണ്ട് ഇളക്കി പറഞ്ഞു. "ഡാ ഡാ, വേഗം നിർത്തിക്കുക ഒന്ന്." ഹാൻഡിൽ അല്പം വെട്ടിയതിനോടൊപ്പം ബൈക്ക് ഓടിച്ചിരുന്നവൻ നിർത്തി. "എന്നാടാ?" പുറകിലേക്ക് തിരിഞ്ഞ് യുവതി പോകുന്നത് നോക്കിക്കൊണ്ട് പരിസരം മറന്നെന്ന വിധം പുറകിലിരിക്കുന്നവൻ പറഞ്ഞു. "അതേതാടാ ആ പെണ്ണ്?" മുഖം കറുപ്പിച്ചെന്ന വിധം മുന്നിലുള്ളവൻ തല തിരിച്ചു പിടിച്ച് പറഞ്ഞു. "സത്യം പറ, നീ ഞാൻ വരുന്നതിന് മുമ്പ് വലിച്ചോ?" ആടിയാടി ഇരിക്കുന്നത് കണ്ട് ചോദിക്കണമെന്ന് വെച്ചതാ നേരത്തെ. പഴയപടി തന്നെ മറുപടി നൽകിയ അവൻ. "ആ ഓ, ഒന്ന് പോടാ." രണ്ടാമത്തെ വാചകം അല്പം പരിസരബോധത്തിൽ വന്നതുപോലെയായിരുന്നു. "അതാ കുറച്ചപ്പുറത്താ അതിൻ്റെ വീട്. ജോലി കഴിഞ്ഞ് പോകുന്നതായിരിക്കും. പോട്ടെ." പ്രത്യേക ഭാവമൊന്നും കലർത്താതെ മുന്നിലിരിക്കുന്നവൻ ഇങ്ങനെ പറഞ്ഞു. "ഓ, ഈ സമയത്തെന്നാൽ ഒന്ന് പരിചയപ്പെടണമല്ലോ." ഇരു കൈകളും മുന്നിലിരുന്നവൻ്റെ തോളിൽ പിടിപ്പിച്ച് പിറകിലെ അവൻ പറഞ്ഞു പഴയപടി. "എടാ, നമുക്ക് വേറെ പണിയുണ്ട്. ആവശ്യമില്ലാത്ത പണിക്ക് ഇപ്പോൾ തൽക്കാലം പോകണ്ട." അല്പം ഗൗരവത്തിൽ മുന്നിലിരിക്കുന്നവൻ പറഞ്ഞു. "എന്നാൽ പോ, ഞാനെന്നാൽ ഒന്ന് ചെന്നിട്ട് വരാം. നീ നിൽക്കുവോ പോകുകയോ ചെയ്തോ." ഇങ്ങനെ അടുത്ത നിമിഷം തന്നെ ധൃതിയിൽ പറഞ്ഞ് ഇറങ്ങുവാൻ തുനിഞ്ഞ തൻ്റെ സുഹൃത്തിനോട് മുന്നിലിരിക്കുന്നവൻ പറഞ്ഞു. "എൻ്റെ പൊന്നുമോനെ, നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരാം." "ഓഹ്." നിവൃത്തിയില്ലാതെ എന്ന വിധം ഈ വാചകങ്ങൾ അവസാനിക്കുന്നതിനൊപ്പം ബൈക്ക് അവൻ തിരിച്ചു ഓടിച്ചു. പിറകിലെ അവൻ ചെറിയൊരു മന്ദഹാസത്തോടെ തയ്യാറെടുത്തുന്ന വിധം നിലകൊണ്ടിരുന്നു. വേഗത്തിൽ മുന്നോട്ട് ഓരോ പാതി നശിച്ച അരണ്ട വെളിച്ചം മാത്രമുള്ള വഴിവിളക്കുകളെ പിന്നിലാക്കി നടന്നുകൊണ്ടിരിക്കുന്ന യുവതിയുടെ അടുക്കലെത്തി ചേർത്ത് ബൈക്ക് അവളുടെ നടത്തത്തിനൊപ്പമായി. "അതേയ്, ഇതൊക്കെയായിട്ട് എങ്ങോട്ട് പോവാ?" പിറകിലിരുന്നവൻ മന്ദഹാസം ഗൂഢമാക്കി യുവതിയോട് ചോദിച്ചു. എല്ലാം കൊണ്ടും ഭയന്നെന്ന വിധം യുവതി ഒരു നിമിഷം നടത്തം നിർത്താതെ ഇവരെ നോക്കി മുന്നോട്ട് അല്പം ഓടി നടന്നു തുടങ്ങി എന്ന് പറയാം. വിജനമായ ആ വഴിയിൽ മുന്നിലിരിക്കുന്നവനെ യുവതിയുടെ പതയ്ക്കനുസരിച്ച് നിയന്ത്രിച്ചുകൊണ്ട് അവൻ വീണ്ടും. "എടി പെണ്ണേ, അവിടെ നിന്നേ, ഒന്ന് പരിചയപ്പെടട്ടെ. ഇവിടെങ്ങും ഞാൻ കണ്ടിട്ടില്ലല്ലോ." ഗൂഢമായ വിധം കുഴഞ്ഞ ഈ വാചകങ്ങൾ പുറത്തേക്ക് വിട്ട് അവൻ അല്പം കൂടി മുന്നോട്ടാഞ്ഞതും പരിചിത രംഗമെന്ന വിധം യുവതി വലത് കൈയാൽ അവനെ ലക്ഷ്യമാക്കിയൊരു തള്ളു കൊടുത്ത ശേഷം മുന്നോട്ട് ഓടി. എന്നാൽ തള്ള് ഏറ്റത് മുന്നിലേ അവനായിരുന്നു. ഇരുവരും ബൈക്കോടുകൂടി വലതുഭാഗത്തേക്ക് പെട്ടെന്ന് മറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നും ആദ്യം പിറകിലിരുന്നവൻ ചാടി എഴുന്നേറ്റു, പരിക്കുകളോടെ. എന്നാൽ ഉടൻ തന്നെ വളരെ പണിപെട്ടെന്ന വിധം മുന്നിലിരുന്നിരുന്നവൻ പരിക്കുകളുടെ ആഘാതത്തോടെ ബൈക്ക് തൻ്റെ ദേഹത്തു നിന്നും മാറ്റി എഴുന്നേറ്റിരുന്ന ശേഷം ഈ പൂറി ഇന്നത്തെ മൂടും കളഞ്ഞു. ദേഷ്യത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തിയ ശേഷം
കയ്യിലും മറ്റുമേറ്റ മുറിവിനെയും ചതവിനെയും പരിഗണിച്ചുകൊണ്ടിരിക്കെ പിന്നിലെയവൻ തൻ്റെ മൊബൈലെടുത്ത് ഒരു നമ്പർ അഗാധമായ ശ്വാസോച്ഛ്വാസവർദ്ധനവോടെ വേഗത്തിൽ ഡയൽ ചെയ്തു. അവിടെ കുണച്ചുകൊണ്ടിരിക്കാതെ ഇവിടെ വരെയൊന്ന് വാടാ, സ്ഥലം ഞാൻ പറയാം. കോളെടുത്ത പാടെ ഉറക്കെ അലറി ഇങ്ങനെ പറയുന്നതിനിടയിൽ മുന്നോട്ട് ഓടിയ യുവതിയുടെ പാതയിലേക്ക് അവൻ കണ്ണു ചിമ്മാതെ രൗദ്രതയോടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അല്പം പണിപെട്ടെന്ന വിധം മുന്നിലെ അവൻ ബൈക്ക് ഒരുവിധം മറിഞ്ഞു കിടന്നിടത്തു നിന്നും ഉയർത്തി സ്വന്തം കൈകളിൽ നിർത്തി. റോന്തിന് പോവാണേ നമ്മൾ കേട്ടോ. വിജനമായ വഴിയിലേക്ക് തിരിഞ്ഞു കയറിയ പോലീസ് ബൊലേറോയുടെ മുന്നിലെ പാസഞ്ചർ സീറ്റിലിരിക്കെ പിന്നിൽ മൊബൈലിൽ നോക്കി പരസ്പരം കുശലം തുടരുന്ന വനിതാ കോൺസ്റ്റബിൾസിനെ നോക്കി പ്രവീൺ പറഞ്ഞു. അവർ അത് കേട്ടെന്ന വിധം പാതിയടങ്ങിയിരുന്നു. വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ടർ അമറിനെ ഒന്ന് നോക്കി ശേഷം പ്രവീൺ, സാറേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാവന്മാരും ഒന്നൊതുങ്ങി നിൽക്കുക ഈ കുറഞ്ഞ സമയം കൊണ്ട്. അരണ്ട വെളിച്ചമുള്ള പാതി ജീർണിച്ച വഴിവിളക്കുകളെ പിന്നിട്ട് വാഹനം മെല്ലെ കടന്നുപോയിക്കൊണ്ടിരിക്കെ പ്രവീൺ ഇങ്ങനെ പറഞ്ഞൊന്ന് നിർത്തി പെട്ടെന്ന്. സാറിവിടെ വന്ന് തലവെച്ചതും അത്യാവശ്യം പരിപാടികളൊക്കെ നടത്തുന്നതിൻ്റെയും ഗുണമാണ്. കോൺസ്റ്റബിൾ പ്രവീൺ ഇങ്ങനെ കൂടി തുടർന്ന് കൂട്ടിച്ചേർത്തു. മറുപടി പ്രതീക്ഷിക്കാത്ത വിധം മുന്നോട്ട് നോക്കി അവൻ ഒന്ന് ഒതുങ്ങിയിരിക്കുകയും ചെയ്തു. കാണുന്നത് പോലെയല്ല ആരും ഒന്നും. അനക്കം കൂടാതെ ഡ്രൈവ് ചെയ്യവേ തന്നെ നേരെയിരുന്ന അമർ 2 നിമിഷത്തിനു ശേഷം മറുപടി പോലെ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും സംഭവിച്ചതിനൊപ്പം വാഹനം അല്പം കൂടി മുന്നോട്ട് പോയില്ല. മറ്റൊരു വഴിയിൽ നിന്നും തോളിൽ ബാഗും മുറുക്കി യുവതി ഓടി ഈ വഴിയിലേക്ക് കയറി. ഒരു വാഹനം കണ്ടെന്ന വിധം ഇവർക്ക് നേരെയായി യുവതി. അമറും കൂട്ടരും യുവതിയുടെ വരവ് കണ്ടതും അവളുടെ പിറകെ 3 ബൈക്കിൽ ആളുകൾ മുന്നത്തെ 2 പേരോട് കൂടി ഉൾപ്പെട്ട് ലക്ഷ്യമില്ലാത്ത ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടി, എന്നാൽ ചെറിയ ആക്രോശം വിടാതെയും എത്തുകയാണ്. അമറിനൊപ്പം മറ്റു 3 ഈ രംഗം കണ്ടതോടെ പ്രവീൺ എന്തെങ്കിലും പറയുവാൻ തുടങ്ങും മുമ്പ് അമർ വാഹനം നിർത്തി. അമർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.